ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ അവതാർ 3 ഫയർ ആൻഡ് ആഷസ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ മൂവി കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ആ മൂവി ഇഷ്ടപ്പെട്ടു. സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഫയർ ആൻഡ് ആഷ് നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പടം. കുറച്ച് ലെങ്തിയാണ് പടം. ഏതാണ്ട് ഒരു 3.25 മണിക്കൂറോളം പടമുണ്ട്. അപ്പം അതിൻ്റെ ഒരു പേഷ്യൻസ് നമുക്ക് വേണം. എന്നാൽ പോലും നമ്മളെ ഒട്ടും നിരുത്സാഹപ്പെടുത്താത്ത ഒരു പടമാണ്. കാരണം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒക്കെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയർന്നൊരു പടം കൂടിയാണ് വിഷ്വലായിട്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. കുറേ നെഗ് റിവ്യൂസ് ഞാൻ കണ്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രണ്ടാമത്തെ പാർട്ടുമായിട്ട് കുറച്ച് സാമ്യമുണ്ടെങ്കിൽ പോലും ഞാൻ ശരിക്കും ഈ പടം എൻജോയ് ചെയ്തു. 3.25 മണിക്കൂറോളം ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റിൻ്റെ ടോപ്പ് നോച്ച് എന്ന് വേണം പറയാം. അത്ര രീതിയിൽ ഞാൻ ഈ പടത്തിനെ എൻജോയ് ചെയ്തു. 2009 ഈ പടം ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിലൊന്നും ഇത് ആഗ്രഹിച്ച ഒരു കളക്ഷനൊന്നും ഈ പടത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ വീക്ക് കൂടി വരുമ്പോഴും ഇതിൽ നല്ലൊരു കളക്ഷൻ ഈ പടത്തിന് കൂടി വന്നു. കണ്ടവർ തന്നെ വീണ്ടും പറഞ്ഞു ഈ പടം തീർച്ചയായും നിങ്ങളൊന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയുകയും അങ്ങനെ ഈ പടം നമ്മൾ കണ്ടയിൽ വെച്ച് ഏറ്റവും ചെലവ് കൂടിയൊരു പടം കൂടിയാണ് അവതാർ. അപ്പം അതിൻ്റെ കളക്ഷൻ വൈസ് ആണെങ്കിലും അത്രയും കളക്ഷൻ നേടിയ ഒരു പടം വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. ജെയിംസ് ക്യാമറോൺ ടൈറ്റാനിക്കിന് ശേഷം എടുക്കേണ്ട ഒരു പടമായിരുന്നു അവതാർ എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ എനിക്കൊന്ന് ട്രൂ ലൈഫ്സ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് വന്നത്. ഏതാണ്ട് 80 പേജോളം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ അന്ന് നടത്തിയിരുന്നത്. അതിന് എനിക്കൊന്ന് പ്രൊജക്റ്റ് 89 എന്നെ 86 കണ്ടാണ് പേര് കൊടുത്തിരുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ ഈ പടം ചെയ്യാൻ നിന്ന സമയത്ത് അന്ന് ഗ്രാഫിക്സിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പം നമ്മുടെ ജുറാസിക് പാർക്ക് അതിലൊക്കെ ക്യാരക്ടർ കണ്ടിട്ട് പുള്ളിക്കാരന് തോന്നി ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റിൽ പറ്റിയ ഒരു ടെക്നോളജി ആ സമയത്ത് നിലവിലുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഏതാണ്ട് 15 കൊല്ലം പുള്ളിക്കാരൻ തൻ്റെ സ്ക്രിപ്റ്റ് പെട്ടി തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലോർഡ് ഓഫ് റിങ്സിൻ്റെ ഒരു സീരീസ് ഇറങ്ങുകയും അതിലെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആ മനുഷ്യമുഖത്തെ എക്സ്പ്രഷൻസൊക്കെ അതേപടി പകർത്തിയ ഒരു ക്യാരക്ടർ അതിലെ കണ്ട് ഇംപ്രസ് ആവുകയും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ആഗ്രഹിച്ച തലത്തിൽ ആ ടെക്നോളജി വൈസ് ഡെവലപ്പായില്ല എന്നൊരു തോന്നൽ വരികയും പിന്നീട് പുള്ളിക്കാരൻ വീണ്ടും പിന്നെ ഒരു ഫ്യൂഷൻ ക്യാമറ 3D ക്യാമറ എന്നുള്ളൊരു സംഭവം ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഈ 2009 അവതാറായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പം ഇതിനു വേണ്ടി നാവി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭാഷ തന്നെ ജെയിംസ് ക്യാമറോൺ രൂപം നൽകി. വെറുമൊരു ഭാഷയല്ല, അതിന് കറക്റ്റായ മീനിങ്ങും കൊടുത്ത് അങ്ങനൊരു ഭാഷേനെ തന്നെ നാവികളുടെ ഭാഷയായിട്ടൊരു ഭാഷേനെ തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കി. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റൂലല്ലേ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഭാഷ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ പടം നല്ല രീതിയിൽ കളക്ഷൻ നേടുകയും ജെയിംസ് ക്യാമറോണ് ഭയങ്കര നിർബന്ധമായിരുന്നു വെറും ഒരു കാർട്ടൂൺ പോലെ ഒരിക്കലും ആകരുത് എൻ്റെ മൂവി എന്നുള്ളത്. അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ജെയിംസ് ക്യാമറോണ് നാഷണൽ ജോഗ്രഫിയിലെ ഒരു ഡോക്യുമെൻ്ററി പോലെ ഒരു നല്ല ഇതുപോലെ സ്പേസ് മൂവി പോലെ ഒരു പടമായിരിക്കണം തൻ്റെ മൂവി എന്നുള്ള ഭയങ്കര ഒരു നിർബന്ധമുണ്ടായിരുന്നു.
അതിന് അതിന് അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നീണ്ട 15 കൊല്ലം ടെക്നോളജി അതിനനുസരിച്ച് ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ 15 കൊല്ലം ആ സ്ക്രിപ്റ്റ് എടുത്തു വെക്കുകയും പിന്നീട് അതിനെ 2009 അവതാറായി പുറത്തു വന്നത്. തുടർന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നീടും ഒരു നീണ്ട കാലയളവ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഇനി അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകില്ല എന്ന് വരെ വിചാരിച്ച് ട്രോളന്മാരൊക്കെ ഒരുപാട് ട്രോൾസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ജെയിംസ് ക്യാമറോൺ തൻ്റെ പഠനം നടത്തുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രത്തിൻ്റെ ഏതാണ്ട് 15 കിലോമീറ്ററോളം താഴ്ചയുള്ള ആ സമുദ്രത്തിൽ പുള്ളിക്കാരൻ അതിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊരു പഠനം നടത്തുകയും അത് വൺ ഓഫ് ദ റെക്കോർഡായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് 2002 തോന്നുന്നു സെക്കൻഡ് പാർട്ടുമായിട്ട് ജെയിംസ് ക്യാമറോൺ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അത് വന്നത് കുറേ പേർക്ക് അതൊരു അവതാർ ആദ്യത്തെ പാർട്ട് വെച്ച് നോക്കുമ്പോൾ കുറേ ഡിസപ്പോയിൻമെൻ്റ് എന്നുള്ള രീതിയിൽ കുറേ പേരിലെ ചർച്ചാ വിഷയം ഉണ്ടാവുകയും പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ ഇതിലേക്ക് ഈ 2025 എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ചില ഒരു വാവ് ഫാക്ടർ, ഒരു പുതുമയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ പോലും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന നിലയിൽ ഈ പടം വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു പടമാണ്. കാരണം ഓരോ മൂമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യും. 3.25 മണിക്കൂർ നമുക്കൊരു ബോറും ആ പടം നമുക്ക് തരത്തില്ല. കാരണം അത്രയും വിഷ്വൽ ട്രീറ്റിൻ്റെ ഒരു ടോപ്പ് നോച്ചാണ് ഈ പടം തരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഐമാക്സ് പോലുള്ള തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണണം. കാരണം എന്നാൽ അത് നിങ്ങളെ ഒന്നുകൂടെ അത്ഭുതപ്പെടുത്തും തീർത്തും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു എമൗണ്ട് കുറേ ആൾക്കാർ പറഞ്ഞു ജെയിംസ് ക്യാമറോൺ ഷസാമിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ, ജെയിംസ് ക്യാമറോൺ ഈ പണി നിർത്തി പോടേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ടോക്കുകളൊക്കെ വന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരെ അടുത്തൊരു ഇതുമായിട്ട് വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്താൻ വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ഗ്രാൻഡ് ഡോക്ടർ ഇതിലൊരു വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയും എന്ത് വാടേ ചെയ്തു വെച്ചേക്കുന്നത്. കാരണം വേറെ ലെവല് എക്സ്പ്രഷൻ വൈസും ആക്ടിങ് വൈസും ആ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല്. ജെയിംസ് ക്യാമറോൺ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുഖത്തൊരു കുത്ത് പോലെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടായിരുന്നു അതിന് നമ്മുടെ എക്സ്പ്രഷൻസിനെ കൊണ്ടിരുന്നത്. പിന്നീട് പുള്ളിക്കാരൻ അത് നമ്മുടെ മുഖത്ത് തൂക്കിയിടുന്ന ഒരു ക്യാമറ, ഇങ്ങനെ മുഖത്ത് തൂക്കി വെക്കാൻ പോകുന്ന ഒരു ക്യാമറ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇമോഷൻസ്, മനുഷ്യൻ്റെ ആ ഇമോഷൻസ് അതേപടി സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ഇതിൽ കൂടെയാണ് ഈ അവതാറുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ പാർട്ട് കൂടുതലും അണ്ടർ വാട്ടർ എന്നുള്ള നമ്മൾ കണ്ടത് കൂടുതലും കടലിൻ്റെ അടി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കുറേ ഒരു സിമിലർ സംഭവങ്ങളൊക്കെ സെക്കൻഡ് വെച്ചുകൊണ്ട് ഉള്ളതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇവയും ഇത് നമ്മൾ സ്ഥിരം കണ്ട കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിലും നമ്മൾ തീർത്തും ഈ പടം എൻജോയ് ചെയ്യും. നിങ്ങളെല്ലാവരും പോയി കണ്ട് നിങ്ങളുടെ കമൻറ്റ് പറയുക. എനിക്ക് ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല ഇഷ്ടപ്പെടാത്തവർ എന്ത് രീതിയിൽ നിന്നിട്ടാണ് ഇത് പറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഏത് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഈ പടം നല്ലൊരു വിഷ്വൽ ട്രീറ്റ്, നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്.